ബ്രദറെ, മരണത്തിൽ നിന്ന് ഈ ബ്രദറിനെ സർവശക്തനായ കർത്താവ് ജീവനിലേക്ക് കൊണ്ടുവന്ന ഒരു അത്ഭുത സാക്ഷിയാണ് പറയാനുള്ളത്. ഇത് നമ്മുടെ ചന്ദ്രൻ ബ്രദറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മലയൻ ചർച്ചിന്റെ പാസ്റ്ററാണ്. അങ്ങനെ പറയാൻ നല്ല, ഇദ്ദേഹം പാസ്റ്ററായിട്ട് നമ്മൾ പേര് വിളിച്ചിട്ടില്ലെങ്കിലും അവിടുത്തെ ചർച്ച് നോക്കുന്ന ഇദ്ദേഹമാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു 50 കൂടുതൽ കുടുംബം അവിടെ ഉണ്ട്. നമുക്ക് അത് കൂടുതലായിക്കൊണ്ടിരിക്കുന്നു കൃപയാൽ. അവിടെ ഒരു പ്രവർത്തനം ആരംഭിച്ചത് നമ്മൾ കൊറോണ സമയത്താണ് നമ്മൾ ചർച്ചുകൾ സ്പ്ലിറ്റ് ചെയ്തത്. അതിനകത്ത് നല്ലവണ്ണം നോക്കാൻ ചന്ദ്രൻ ബ്രദറിനെ ഉപയോഗിച്ചു. ഇവൻ ഫുൾ ടൈം സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ദിവസം ഇവനൊരു ആക്സിഡന്റ് ഉണ്ടായി. അന്ന് മുതൽ ജോലിക്ക് പോകുന്നില്ല എന്ന് തീരുമാനിക്കുമായിരുന്നു അല്ലേ? ഇവൻ അന്ന് മുതൽ ജോലിക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് വണ്ടി ഇടിച്ചു. എനിക്ക് തോന്നേ ചന്ദ്രൻ ബ്രദർ എനിക്കൊരു വീഡിയോ അയച്ചു തരാമെന്ന് പറഞ്ഞു. അയച്ചു തന്നില്ല, എനിക്ക് കാണണമെന്നില്ലായിരുന്നു. അയച്ചു തന്ന വീഡിയോയ്ക്കകത്ത് ഇവൻ പോയി അങ്ങോട്ട് ഇടിച്ചിരിക്കുക. അങ്ങനെയല്ല ചന്ദ്രൻ ബ്രദറെ? ഇവ എങ്ങനെ പോയി ഇടിച്ചു എന്ന് അറിയത്തില്ല. ഒരു വണ്ടി എതിരൊന്നും വരുന്നില്ല, വണ്ടിക്കകത്ത് പോയി ഇടിച്ചിരിക്കുക. കാലിനകത്തുണ്ടായ പ്രശ്നം കുറച്ച് സിവിയർ ആയിരുന്നു. എന്നാൽ അവൻ ആരോഗ്യത്തോടെ നിൽക്കുവാൻ കർത്താവ് ഇടയാക്കിയതിന് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ബ്രദറെ, ഈ ബ്രദറിന്റെ പേര് രാഹുൽ ചന്ദ്രൻ എന്നാണ്. മലയെന്ന സ്ഥലത്തു നിന്ന് വരുന്നു. 2024 ഏപ്രിൽ 20 ബ്രദർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ബ്രദർ സഞ്ചരിച്ച ബൈക്കും ഓപ്പോസിറ്റ് വന്ന കാറുമായിട്ട് കൂട്ടിയിടിച്ചു. അപകടത്തെ തുടർന്ന് ബ്രദറിന്റെ വലത് കാലിന്റെ തുടയിൽ പൊട്ടിപ്പോയി. കൂടാതെ ആ വലത് കാലിന്റെ കാൽമുട്ടില് ഒരു വിരലിന്റെ ഇഞ്ച് ആഴത്തിൽ സ്കിൻ ഇളകിപ്പോയി. കൂടാതെ കാലിന്റെ കൊളയും തെന്നിമാറി. ഈ ആക്സിഡന്റ് ഉണ്ടായി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടേഴ്സ് ആദ്യം സർജറി ചെയ്യത്തില്ല എന്നാണ് പറഞ്ഞത്. കാരണം ബോഡിയിൽ നിന്ന് അത്രയ്ക്ക് ബ്ലഡ് ലോസ് ആയി. ഈ ബ്ലഡ് ലോസ് ആയത് കാരണം ബിപിയും കുറവായിരുന്നു. എന്നാൽ ആ സമയം ബ്രദറിനെ വിളിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം മെഡിസിൻ സപ്പോർട്ടോട് കൂടി സർജറി ചെയ്യാന്ന് പറഞ്ഞു. സർജറിക്ക് തൊട്ട് മുമ്പേ ഡോക്ടേഴ്സ് ചന്ദ്രൻ ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. കാൽമുട്ടിലെ സ്കിന്ന് ഇളകിപ്പോയി. അതുകൊണ്ട് ഇടത് കാലിലെ തുടയിൽ നിന്ന് സ്കിന്ന് കട്ട് ചെയ്ത് വലത് കാലിലെ ആ മുറിവിൽ സ്കിന്ന് ഗ്രാഫ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. കൂടാതെ ഒരു പോസിറ്റീവ് റെസ്പോൺസും ഡോക്ടേഴ്സ് സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ സർജറി പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മെഡിക്കൽ സയൻസിനെ പോലും അത്ഭുതപ്പെടുത്തി കർത്താവ് വലിയൊരു മിറക്കിൾ ചെയ്തു. കാരണം ആ മുറിവിൽ സാധാരണ ഒരു മുറിവ് ഉണ്ടാവുമ്പോൾ ഒരു ലിക്വിഡ് ഫോം ചെയ്യും. ഡോക്ടേഴ്സിനെ തന്നെ അത്ഭുതപ്പെട്ടു. ആ സെക്കൻഡിൽ ആ ലിക്വിഡ് കർത്താവ് അവിടെ ഫോം ചെയ്യിപ്പിച്ചു. കൂടാതെ ഡോക്ടേഴ്സ് കുറെ ടൈം എടുക്കുമെന്നാണ് പറഞ്ഞത് മുറിവ് കരിഞ്ഞുണങ്ങാൻ. എന്നാൽ മെഡിക്കൽ സയൻസ് പറഞ്ഞതുപോലെയല്ല, കർത്താവ് അവിടെ വലിയ അത്ഭുതം പ്രവർത്തിച്ചു. ആ മുറിവ് കരിഞ്ഞുണങ്ങി എന്നാണ് പറയുന്നത്. നമ്മുടെ നല്ല ഡോക്ടേഴ്സിനായിരുന്നു നല്ല കൈയടി കൊടുത്തേ. അവര് നമ്മൾ ടെൻഷൻ ആക്കുന്ന ഡോക്ടേഴ്സും ഉണ്ട്, ടെൻഷൻ കുറയ്ക്കുന്ന ഡോക്ടേഴ്സും ഉണ്ട്. എന്നാൽ അവരെ പോലുള്ള ആളുകൾക്കായി നന്ദി. ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ഓപ്പറേഷൻ ഇല്ലാതെ സൗഖ്യമാക്കുന്ന നിലവാരത്തിലേക്ക് നമ്മൾ വരട്ടെ. ദൈവത്തിന് അത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. മരിച്ച ലാസറിനെ ഉയർപ്പിച്ചവന് ഇതും ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ആർക്കും ആ വിശ്വാസത്തിലേക്ക് വളരാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ആമീനും സ്വത്രമൊന്നും ഇല്ലാത്തത് എന്താ? പക്ഷേ അതിൻ്റെ നടുവിൽ നമ്മളെ സഹായിക്കുന്ന എല്ലാ നല്ല ഡോക്ടേഴ്സിനുമായി സ്തോത്രം. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്, കർത്താവ് ഇവൻ നല്ല ശുശ്രൂഷകനായി ഞങ്ങളുടെ ചർച്ചിലെ അറിയപ്പെടുന്ന കർത്താവിൻ്റെ വേലക്കാരനായി ഇവൻ മാറട്ടെ. അപ്പം പിശാചിനെ അപഹരിക്കാൻ കഴിയത്തില്ലല്ലോ. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചാണ്ട്. കൂടാതെ സർജറി കഴിഞ്ഞ് ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് മാത്രമേ നോർമലായിട്ട് നടക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. എന്നാൽ ജോൺ ബ്രദറിന്റെ പ്രാർത്ഥനയിലൂടെ കർത്താവ് വലിയ അത്ഭുതം പ്രവർത്തിച്ചു. ഡോക്ടേഴ്സ് പറയുന്നതിന് മുമ്പേ അവൻ നോർമലായി നടക്കുവാൻ തുടങ്ങി. ആമേൻ. ലവ് യു.